നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബെപ്കോ LDCയുടെ മുൻവർഷ ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം, അത് ശരിയാണ്. പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ചു, ശരിയാണ്. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു, അത് തെറ്റാണ്. ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി, ഇതും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് 3 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. മൂഷക വംശകാവ്യം അതുലൻ, ശരിയാണ്. കേരള പഴമ ഹെർമൻ ഗുണ്ടട്ട്, ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? യോജിക്കാത്തത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു, ഇത് തെറ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി AO ഹ്യൂമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു, അത് ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ 72 പേരായിരുന്നു പങ്കെടുത്തത്, അതും ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 2ാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു, അത് തെറ്റാണ്. കൊൽക്കത്തയിലായിരുന്നു. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു, അത് ശരിയാണ്. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു, അതും ശരിയാണ്. 1953 നിലവിൽ വന്ന ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി, SK ദർ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ അംഗങ്ങളായിരുന്നു, അത് തെറ്റാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗങ്ങളായിട്ടുള്ളത് KM പണിക്കർ, HN കുൻസ്രു, ഫസൽ അലി എന്നിവരായിരുന്നു. അടുത്തത്, ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു, അത് ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം 4ഉമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP27 2022 നവംബറിൽ ഈജിപ്തിലാണ് നടന്നത്, ശരിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്, ശരിയാണ്. 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു, ഇത് ശരിയാണ്. ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത, തെറ്റാണ്. ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് മോഹോ പരിവർത്തന മേഖല. ഭൂവൽക്കവും പുറക്കാമ്പും ചേർന്നാണ് ലിത്തോസ്ഫിയർ, അത് തെറ്റാണ്. മാൻഡിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു, ഇത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരി. ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, ശരിയാണ്. അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ, അത് ശരിയാണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. തെർമോസ്ഫിയറിലാണ് അറോറ കാണപ്പെടുന്നത്, അതും കൂടി നോട്ട് ചെയ്തോളുക. ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 4ഉമാണ്. ഹിമാലയ, മടക്ക് പർവ്വതം, ബാരൻ ദ്വീപുകൾ, അഗ്നിപർവ്വതം, ഇത് 2ഉമാണ് ശരിയായിട്ടുള്ളത്. വിന്ധ്യ സത്പുര ഖണ്ഡപർവ്വതമാണ്. ആരവല്ലി അവശിഷ്ട പർവ്വതമാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ശരി. 1ഉം 2ഉം 4ഉമാണ് ശരി. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയെയാണ്, ശരിയാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു, ശരിയാണ്. പമ്പാ നദി അഷ്ടമുടി കായലിൽ പതിക്കുന്നത്, തെറ്റാണ്. പമ്പാ നദി വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു, ഇതും ശരിയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരി. പോങ് ഡാം ചമ്പൽ നദിയല്ല, ബിയാസ് നദിയിലാണ്. മേട്ടൂർ ഡാം കാവേരി നദി ശരിയാണ്. തെഹ്രി ഡാം ഭഗീരഥി നദി ശരിയാണ്. ജവഹർ സാഗർ ഡാം ബിയാസ് അല്ല, ചമ്പൽ നദിയിലാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ ശരിയാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ ശരിയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യമല്ല, കാസർഗോഡാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം 4ഉമാണ്. ഇത് ക്യാൻസൽഡാണ്. ഇത് ക്വസ്റ്റ്യൻ, 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ശരി. പ്രസ്താവന 1ഉം 2ഉം 3ഉം ശരിയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു ശരിയാണ്. ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി ശരിയാണ്. ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ GDPയിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. പാൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ശരി. പ്രസ്താവന 1 ശരിയാണ്, 2 ശരിയല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ് ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അത് തെറ്റാണ്, ഉത്തർപ്രദേശാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകുക. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. മയൂർഭഞ്ച് ഇരുമ്പാണ്. കോലാർ സ്വർണ്ണമാണ്. റാണിഗഞ്ച് കൽക്കരിയാണ്. മലഞ്ച്ഗഡ് ചെമ്പാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക ശരിയാണ്. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. ഇത് 3ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നു ശരിയാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം ആയിരുന്നു. അത് തെറ്റാണ്. 1950 മുതൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി ശരിയാണ്. 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇതും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1ഉം 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. 4മത്തത് തെറ്റാണ്. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങളുണ്ടായിരുന്നു ശരിയാണ്. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തിരഞ്ഞെടുത്തു ശരിയാണ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടന്നത് ശരിയാണ്. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം സമിതിയുടെ അംഗസംഖ്യ 199 ചുരുങ്ങി. തെറ്റാണ്, 299 ചുരുങ്ങിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശരി. ശ്രീ സച്ചിദാനന്ദനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 74ാം ഭേദഗതി. സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി. ഓപ്ഷൻ ബി ആണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായ ജഡ്ജി. ഓപ്ഷൻ ഡി ആണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്.
സേവന അവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ കൊടുക്കണം. ശരിയാണ്. എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. 3 ശരിയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശം ഇല്ലാത്ത ആശയം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വോട്ടവകാശം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഓപ്ഷൻ സി ആണ് ശരി. മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 51A ആണ്. ഓപ്ഷൻ എ ആണ് ശരി. കേരളത്തിലെ സ്കൂളുകളുടെ മികവിൻ്റെ കേന്ദ്രങ്ങൾ ആക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ഓപ്ഷൻ ബി ആണ് ശരി. നമ്മുടെ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ്. ഇത് തെറ്റാണ്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗമാണ്. ശരിയാണ്. മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. ശരിയാണ്. സുപ്രീം കോടതിയെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഇതെല്ലാം ശരിയാണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഓപ്ഷൻ എ ആണ്. കണ്ണൂരാണ്. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് ഓപ്ഷൻ ഡി ആണ്. ലൈഫ് മിഷൻ പദ്ധതി. ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം. അടിസ്ഥാനമല്ലാത്തത് ഓപ്ഷൻ സി ആണ്. 18 വയസ്സ് പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കിവച്ചിരിക്കുന്ന പ്രദേശം ഓപ്ഷൻ ബി ആണ്. തട്ടേക്കാട്. മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. ചെവിക്കുടയിൽ, കശേരുകൾക്കിടയിൽ, 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്, നേസൽ സെപ്റ്റത്തിൽ. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഓപ്ഷൻ എ ആണ്. ഇരുമ്പ്. COVID-19 കാരണമായ സൂക്ഷ്മജീവി വൈറസ് ആണ്. ഓപ്ഷൻ സി ആണ് ശരി. ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിക്കപ്പെടുന്ന വാതകം ഓപ്ഷൻ എ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ സി ആണ്. 1 മാത്രമാണ്. കോഴിക്കോട്. കോഴിക്കോടാണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? ഓപ്ഷൻ ഡി ആണ്. രക്തഗ്രൂപ്പ് AB. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം രാജസ്ഥാനാണ്. ഓപ്ഷൻ ബി ആണ് ശരി. അടുത്തത് ഭൂഗുരുത്വ ത്വരണം Gയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. Gയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ശരിയാണ്. ധ്രുവപ്രദേശങ്ങളുടെ Gയുടെ മൂല്യം ഭൂമധ്യരേഖ പ്രദേശത്തിനേക്കാൾ കൂടുതലായിരിക്കും. ഒരു വസ്തുവിൻ്റെ ഭാരം തീരുമാനിക്കുന്നത് Gയുടെ മൂല്യം കണക്കിലെടുത്താണ്. ശരിയാണ്. ഒരു ആനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ Gയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ഓപ്ഷൻ ഡി ആണ് ശരി. 20 സെൻറ്റിമീറ്റർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 1 മാത്രം. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. ശരിയാണ്. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ശരിയാണ്. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാൻ കഴിയും. ഇത് 3 ആണ് ശരിയായിട്ടുള്ളത്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം ബ്യൂട്ടേനാണ്. തെറ്റാണ്. പ്രധാന ഘടകം മീഥേനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏതാണ്? ന്യൂക്ലിയർ ഊർജ്ജമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചു.
അതിന് കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ഏത് വാതകം ഉണ്ടാകുന്നത് കൊണ്ടാണ്? ഓപ്ഷൻ ഡി ആണ് ക്ലോറിൻ. താഴെ തന്നിരിക്കുന്ന ലായനിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ്. ലീനത്തിൻ്റെ സ്വഭാവം ലയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ശരിയാണ്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ആറ്റം മാതൃകയുമായി ബന്ധമുള്ള ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? എല്ലാം ശരിയാണ്. റുദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജ്ജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസ് പതിക്കുകയും ചെയ്യുന്നു. ശരിയാണ്. ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ശരിയാണ്. ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു. ശരിയാണ്. തോംസൺ മാതൃകയിൽ തണ്ണിമത്തൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്ത് പോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായി ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു. ശരിയാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കരോലിൻ ആർ ബെർട്ടോസി, മോർട്ടൻ മെൽഡൽ, കെ ബാരി ഷാർപ്ലസ് എന്നിവർക്ക് ലഭിച്ചു. എന്ത് വികസിപ്പിച്ചെടുത്തതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത്? ഓപ്ഷൻ ഡി ആണ്. ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും വികസനത്തിനാണ്. അടുത്തത്, ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിൻ്റെ സാന്നിധ്യമാണ്? ഓപ്ഷൻ ബി ആണ്. ലെഡ്. അവനി ലഗര പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് ഏത് ഇനത്തിലാണ്? ഓപ്ഷൻ എ ആണ്. 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗം. വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ്? ഓപ്ഷൻ ബി ആണ്. അംശി നാരായണപിള്ള. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേര്? ഓപ്ഷൻ സി ആണ്. കേളികൊട്ട്. പി കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി രചിച്ചിട്ടുള്ളതാണ്? ഓപ്ഷൻ എ ആണ്. പുന്നപ്ര വയലാർ സമരം. വാ കുരുവി വരൂ കുരുവി വാഴക്കൈ മേലേരിറ്റി കുരുവി ഈ പ്രസിദ്ധമായ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ ഡി ആണ്. ജി ശങ്കരപ്പിള്ള. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ആണ് ശരി. ആലുവ താലൂക്കിലെ തുരുത്ത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് പി.ടി. ഉഷയാണ്. ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്രഭാഷയിലേക്ക് മാറ്റുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ ആണ്. ലാംഗ്വേജ് പ്രൊസസ്സറാണ്. വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഗേറ്റ്വേ ആണ് ഉപയോഗിക്കുന്നത്. ഡക്ക് ഗോ എന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഓപ്ഷൻ ഡി ആണ് ശരി. ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ്? ഓപ്ഷൻ സി ആണ്. സ്പാംസ്. അടുത്തത്, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ. അറിയാനുള്ള അവകാശ നിയമം 2005 ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 4ഉമാണ് ശരി. പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവയുടെ രൂപവൽക്കരണം. ഇതാണ് ശരിയായിട്ടുള്ളത്.